അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് പരീക്ഷയൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രൊവിഷണൽ ആൻസർ കീക്കും അതുപോലെ റിസൾട്ടിനും വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നിങ്ങളുടെ കേറ്റഡ് പരീക്ഷ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈസി ആയിരുന്നോ, കുഴപ്പമില്ല, പ്രതീക്ഷയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ തന്നെ നിലവിൽ നമ്മുടെ ചാനൽ ഉൾപ്പെടെ പല ചാനലുകളിലും ആൻസർ കീ ഇട്ടിട്ടുണ്ട്. അതൊരു പ്രൊവിഷണൽ ആൻസർ കീ അല്ല, പരീക്ഷാവന്റെ ആൻസർ കീ ആണ് പ്രൊവിഷണൽ ആൻസർ കീ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കീ കേട്ടോ. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ കുറെ കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു, ഇപ്പോൾ എക്സാം കഴിഞ്ഞല്ലോ, ഇനി എന്നാണ് ഇതിന്റെ ആൻസർ കീ വരുന്നത്, എപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ഈ ടെൻഷനുള്ള ചോദ്യമായിരിക്കും. ചിലപ്പോൾ ആൻസർ കീ നോക്കിയപ്പോൾ ഒരു ബോർഡർ ലൈൻ മാർക്കിലേക്ക് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പാസ്സായി കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു എന്താണ് പറയുക, എക്സൈറ്റ്മെന്റും എല്ലാം കൂടി നിറഞ്ഞിട്ട് എപ്പോഴാണ് റിസൾട്ടും അതുപോലെ തന്നെ ഇതിന്റെ ആൻസർ കീ വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രൊവിഷണൽ ആൻസർ കീക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അതുപോലെ റിസൾട്ട് വരാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനത്തെ കുറിച്ച് എന്താണ് അതിന്റെ ടൈമും കാലയളവ് എന്താണ്, അതിന്റെ അടുത്ത പ്രോസസ്സിംഗ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ കുറെ കുട്ടികൾക്ക് ഇത് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയും ചോദിച്ചവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ മൂല്യനിർണ്ണയം, അതായത് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവും പൂർണ്ണമായും കമ്പ്യൂട്ടർ അത് OMR, നമുക്കറിയാലോ OMR രീതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, എല്ലാ ചോദ്യപേപ്പറുടെയും താൽക്കാലിക ഉത്തരസൂചിക പരീക്ഷാ ഭവന്റെ കേട്ടറ്റ് പരീക്ഷയ്ക്കായുള്ള ഔദ്യോഗിക വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ വരുമെന്നുള്ളതാണ്. സാധാരണ നിലക്ക് ഒരു 1 വീക്ക് ഒക്കെ വരാറുണ്ട്. ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ തന്നെ പ്രൊവിഷണൽ ആൻസർ കീ എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷാ ഭവൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഈ പരീക്ഷാ ഭവന്റെ സൈറ്റിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ താൽക്കാലിക ഉത്തരസൂചികയാണ് അത്. ആ താൽക്കാലിക ഉത്തരസൂചികയിൽ എന്തെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട്, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരാതി കൊടുക്കുവാൻ സാധിക്കും. അതിന് ഒരു നിശ്ചിത ദിവസം തന്നിട്ടുണ്ടാകും. ആ ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം, അതല്ലെങ്കിൽ പോസ്റ്റ് വഴി നമുക്ക് അയക്കാം. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ആ പ്രൊവിഷണൽ ആൻസർ കീ വന്ന് നമ്മൾ ഏകദേശം മാർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തെറ്റാണ്, ഇത് ഈ ആൻസർ കീ അല്ല, ഇതാണ് വരേണ്ടത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൂഫ് വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതിനുശേഷം ഒരു ഫൈനൽ ആൻസർ കീ കൂടി വരുന്നതാണ്. അപ്പൊ പ്രൊവിഷണൽ ആൻസർ കീയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം, അതിനുള്ള ഡേയ്സ് പരീക്ഷാ ഭവൻ തരും. അപ്പൊ അതിൽ ആ മിസ്റ്റേക്ക് തിരുത്തി വരികയാണെങ്കിൽ, കംപ്ലൈന്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഒരു വിദഗ്ധ സമിതി നോക്കിയത് ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, തിരുത്തും. അതല്ലാന്നുണ്ടെങ്കിൽ പഴയ ആൻസർ കീ തന്നെ ആയിരിക്കും. സോ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്കത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഫൈനൽ ആൻസർ കീ വരും. നിശ്ചിത പ്രവൃത്തി ദിവസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല, അതായത് പ്രൊഫഷണൽ ആൻസർ കീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പരാതികൾ ആ നിശ്ചിത ദിവസങ്ങളിൽ തന്നെ കിട്ടണം, അതിനുശേഷം സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, ഇത് വിദഗ്ധ സമിതി പരിശോധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് റെക്ടിഫൈഡ് ആൻസർ കീ അഥവാ ഫൈനൽ ആൻസർ കീ വരുന്നത്. എന്നിട്ട് പറയാണ്, കേറ്റഡ് പരീക്ഷ പൂർത്തിയായി 2 മാസത്തിന് ശേഷം മാത്രമേ ഫലപ്രഖ്യാപനം നടത്തുകയുള്ളൂ. അപ്പൊ ഇനി ഇടക്കിടക്ക് ഒന്ന് എപ്പോൾ റിസൾട്ട് വരും, എപ്പോൾ ആൻസർ കീ വരും, എപ്പോൾ റെക്ടിഫൈഡ് കീ വരും എന്ന് ചോദിക്കേണ്ട. എനിക്കറിയാം നിങ്ങളുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് കേറ്റഡ് പരീക്ഷ പൂർത്തിയായി 2 മാസത്തിന് ശേഷം മാത്രമാണ് ഫലപ്രഖ്യാപനം. കാരണം പ്രൊവിഷണൽ ആൻസർ കീ വരണം, അത് കംപ്ലൈന്റ് കൊടുക്കാൻ ഡേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് അതിന്റെ ഫൈനൽ ആൻസർ കീ വരണം, എന്നിട്ടാണ് റിസൾട്ട് വരുന്നത്. യാതൊരുവിധ സാഹചര്യത്തിലും ഫലപ്രഖ്യാപന തീയതിയിൽ മാറ്റം വരുത്തുന്നതല്ല. പിന്നെ ഇത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ മൂല്യനിർണ്ണയം നടത്തുന്നതിനാൽ, അതായത് ഇതിന്റെ റിവാലുവേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ റീചെക്കിങ്ങിനോ ഒന്നും പ്രത്യേകമായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടി പറയുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, 1 മാർക്ക് 2 മാർക്കിനൊക്കെ കൊടുത്താൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവാലുവേഷന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് ഈ മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള സംഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ആ ആൻസർ കീയിൽ വന്നിട്ടുള്ളതിൽ പരാതി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ചില കുട്ടികൾ OMR കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇൻവാലിഡ് റിസൾട്ട് ആണ് വരുന്നത്, കറക്റ്റ് ആയിട്ട് OMR ചെയ്യാത്തത് കൊണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായിരുന്നാലും ഇനി പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇപ്പൊ തന്നെ പലർക്കും ടെൻഷനാണ്. കാരണം ഈ ഒരു ആൻസർ കീ നോക്കുമ്പോൾ ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്, മാർക്ക് കുറവ്, 1 മാർക്ക് 2 മാർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനൽ ഉൾപ്പെടെ എല്ലാം ചെയ്യുന്ന ആൻസർ കീ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആൻസർ കീ അല്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്, ഓക്കെ ഇത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പരീക്ഷാ ഭവന്റെ പ്രൊവിഷണൽ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന്റെ ഫൈനൽ ആൻസർ കീ, അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ അടുത്തത് വിളിച്ചിട്ടുണ്ട്, അതിന്റെ ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് ഫെബ്രുവരി 26 മുതൽ നമുക്കത്
ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ സൈറ്റിൽ കയറി നോക്കുക, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഇപ്പൊ നമുക്കറിയാലോ സർവീസിലുള്ള ആളുകൾക്ക് എന്തായിരുന്നാലും അത് കേട്ടിട്ട് വേണം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു കേട്ടിട്ടിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരത്തെ വന്നിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷ ചെയ്തിട്ട് അവർക്ക് ഉറപ്പാണ് ഇത് പാസ്സാവില്ല, ഇത് ജസ്റ്റ് ഒരു ട്രയൽ അടിച്ചതാണ്, അങ്ങനെയുള്ള പ്രത്യേകിച്ച് സർവീസിൽ കയറിയിട്ടുള്ള ആളുകൾ ഒത്തിരി പേര് പറയാറുണ്ട്, സാർ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് എഴുതാം എന്നൊക്കെ ഒന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എന്നിട്ട് ആ ഒരു അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കേട്ടിട്ടിന്റെ ഓൺലൈൻ ബാച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആൻസർ കീ ഒക്കെ നിങ്ങൾ ജസ്റ്റ് പരിശോധിച്ച് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി പുതിയ അറിയിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.